സിത്താര ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിക്കണം. എനിക്കറിയാം, പക്ഷെ പ്ലീസ്. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ചാൽ മാത്രം പോരാ സിത്താരെ. തെറ്റുള്ളയിടത്ത് തിരുത്തണം. നവീനെ എന്റെ മോള് ജീവനെ പോലെ സ്നേഹിക്കുന്നേ. അവക്ക് നവീനെ നഷ്ടപ്പെടാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഗാഥയ്ക്ക് നവീനെ നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ നവീന് സ്വന്തം ജീവിതം നഷ്ടപ്പെടാം. നവീന്റെ കുടുംബത്തിന് മനസമാധാനം നഷ്ടപ്പെടാം. അതിലൊന്നും സിത്താരക്ക് ഒരു പ്രശ്നമില്ല, അല്ലേ? ഞാനൊരു അമ്മയാണ്. ഞാനൊരു അച്ഛനാ. നമ്മളിപ്പോ പരസ്പരം സങ്കടങ്ങളുടെ അളവ് നോക്കണ്ട. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്കും എൻ്റെ അഡ്വക്കേറ്റിനും ഗാഥമോളുമായിട്ട് സംസാരിച്ചേ പറ്റൂ. അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റു മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരും. ഗുഡ് മോർണിംഗ് അച്ഛാ. ഇതാരാ? അഡ്വക്കേറ്റാ. ഞങ്ങൾ ഗാഥമോളായിട്ട് സംസാരിക്കാനാ വന്ന്. ഞാനും നവീനും തമ്മിലിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ മനസ്സൊന്ന് പൂർണ്ണമായിട്ട് റിലാക്സ് ആയി കഴിഞ്ഞാ ഞാൻ കളരിക്കലേക്ക് തിരിച്ചെത്തും. മേ ബി അത് ഇന്ന് തന്നെ ആയിക്കൂടാ എന്നൊന്നുമില്ല. അങ്ങനെ വരേണ്ട കാര്യമില്ല. നവീൻ മിന്നു കിട്ടിയ അവന്റെ ഭാര്യ ഇപ്പൊ അവന്റെ കൂടെയുണ്ട്. എന്താ എന്താ പറഞ്ഞേ? ഇതുവരെയുള്ള ആൾമാറാട്ടത്തിന്റെ കഥകളൊക്കെ സമ്മതിച്ചിട്ടാ മമ്മി ഇവിടെ നിൽക്കുന്നത്. ഇനി ഒന്നും അറിയാത്തവളെ പോലെ ഗാഥമോളെ അഭിനയിക്കാൻ നിൽക്കണ്ട. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അങ്ങനെ സംഭവിച്ച നഷ്ടം നിങ്ങൾക്കായിരിക്കും. കരുതി കൂട്ടിയൊരു ചെറുപ്പക്കാരനെയും അവന്റെ കുടുംബത്തിനെയും ചതിച്ചതിന് കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. മോളെ, ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഞാൻ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാന്യമായിട്ട് പിരിയുന്ന നല്ലതെന്ന് എനിക്ക് തോന്നി. വക്കീലേ, അതിങ്ങെടുക്ക്. ഇത് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷനാണ്. ഇതിൽ മോളെ ഒപ്പിടണം. അപ്പോ അധികം താമസിക്കാതെ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന് വെക്കാം. തികച്ചും നിയമപരം. ഇതാ. എന്റെ നവീനെ നിങ്ങൾക്ക് പിരിക്കണം അല്ലേ? എന്റെ നവീനെ ഞാൻ എന്നേക്കുമായിട്ട് വേണ്ടെന്ന് വെക്കണം അല്ലേ? മോളെ, ഗാഥ നവീനെ സ്നേഹിച്ചിട്ടുള്ളത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗാഥയില് നിങ്ങൾ കണ്ട കുഴപ്പമെന്താ? അന്വേഷിച്ചു പോയി നോക്ക്. എപ്പോ മുതലാ ഗാഥ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയെന്ന്. എന്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലോ എന്റെ സുഹൃത്തുക്കളുമായി നടന്നിരുന്നപ്പോഴോ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആ കളരിക്കൽ കുടുംബത്തിൽ വന്നു കയറിയപ്പോ, അവിടുത്തെ ശാപത്തിന്റെ കഥ അറിഞ്ഞപ്പോ അവിടുത്തെ തുടങ്ങിയ പേടിയാ. ആ കുടുംബത്തിലെ ശാപത്തിന് ഞാനാണ് ഉത്തരവാദി. എന്നിട്ട് നവീനെ ഞാൻ വിട്ടുപിരിയണം. എല്ലാവർക്കും എന്നെ നവീനിൽ നിന്ന് വേർപിരിക്കണം അല്ലേ? എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ ഉള്ളില് നവീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. I love him. I love him very much. നവീൻ എന്റെയാ. നവീൻ എന്റേത് മാത്രാ. I love him very much. നവീൻ 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 മോളെ, മോളെ, മാഡം, ഗാഥ മാഡം. മോളെ കരയില്ലേ, മോളെ കരയില്ലേ. എന്റെ നവീൻ എനിക്ക് തന്നേക്കും പറ മമ്മി.
മോളെ ഇറ്റ്സ് ഓക്കേ. നവീൻ എന്റെ നവീൻ എനിക്ക് വേണം. എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. മാഡം വക്കീലേ, നവീൻ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ കരുതിയിരുന്നു. മോളുടെ മനസ്സൊന്ന് സമാധാനമാകുമ്പോൾ ഒപ്പിട്ട് സിത്താര എന്നെ വാങ്ങിച്ചാൽ മതി. ഞങ്ങൾ ഇറങ്ങാം. അതെ, നവീനെ പിരിയണമെന്ന് പറഞ്ഞപ്പോ മോളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നതല്ലേ. മോളുടെ ഉള്ളില് നവീനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ദേവി ചെയ്ത് അവരെ വേർപിരിക്കരുത്. ഗാഥയ്ക്ക് നവീനോടുള്ളത് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുമോ സിത്താരെ? ഇതൊരു തരം പൊസസീവ്നെസ് അല്ലേ? അല്ലെങ്കിൽ ഒരു തരം ഭ്രാന്ത്? അങ്ങനെയല്ലേ കാണാൻ കഴിയും? നവീന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മ, അച്ഛൻ, മുത്തശ്ശി, അവരോടൊന്നും ഒരു വാക്ക് മര്യാദയോടെ സംസാരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയെ കളരിക്കൽ കുടുംബം എന്തിനു ചുമക്കണം? സിത്താര ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിക്കണം. എനിക്കറിയാം, പക്ഷെ പ്ലീസ്. മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ചാൽ മാത്രം പോരാ സിത്താരെ. തെറ്റുള്ളയിടത്ത് തിരുത്തണം. ചോദ്യം ചെയ്യേണ്ടയിടത്ത് ചോദ്യം ചെയ്യണം. സിത്താരയ്ക്ക് അതൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ സിത്താരയുടെ വളർത്തു ദോഷമാണ് ഗാഥയുടെ സ്വഭാവ ദൂഷ്യത്തിന് കാരണം. സിത്താരയോട് ഇത് പറയാനും ഗാഥ മോളോട് ഇത് ആവശ്യപ്പെടാനൊക്കെ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നിങ്ങളുടെ സങ്കടം, അതിൻ്റെ പേരിൽ എൻ്റെ മകനെ ബലികൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഗാഥയുടെയും നവീൻ്റെയും ബന്ധത്തിന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഓക്കെയല്ലേ? പോവാം. നവീൻ, ആ. ചായ. ചായ താനിട്ടതാണോ? അതെ. ഗാഥയുടെ സ്പെഷ്യൽ രുചി. അതെ, എപ്പോൾ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ എൻ്റെ കണ്ണും നാവും മനസ്സും എല്ലാം നിറച്ചോണ്ടാണ് വരുന്നത്. ഇതുപോലൊരു സ്പെഷ്യൽ ചായ കയ്യിലുണ്ടാവും.